ചേച്ചി ആ കുറച്ചധികം പഴമുണ്ട്. ആ ഇതിമത്തെ ഈ കുത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കഴിക്കാൻ തോന്നൂല. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാലോ. ചെറുപഴല്ലേ, എന്തെങ്കിലും സ്പെഷ്യൽ ഇന്ന് നമുക്ക് അരി വറുത്ത് പൊടിച്ചിട്ടേ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പം ഉണ്ടാക്കാം അല്ലേ? അവര് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയേക്കാം. ഓക്കെ. ഒരു നാഴി പച്ചരി അല്ല പച്ചരി സോറി ഒരു നാഴി പുഴുങ്ങല്ലരി ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏയ് ഇനി അത് ചിരണ്ടൂട്. അപ്പോഴേക്കും ഞാനേ ശർക്കര ഒന്ന് ഉരുക്കാൻ വയ്ക്കട്ടെ. ഓക്കെ. 2 അണി ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ദേ നമ്മുടെ അരി ഏകദേശം വറവായി വരുന്നുണ്ട്. തേങ്ങ ചെറുക്കി കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? ഇനി ഒരു കാര്യം ചെയ്യ്, പഴല്ലേ ചെറുപഴം അതൊന്ന് ആവിയിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങ്. അതതിൻ്റെ പച്ച ചുവയൊന്ന് പോവാൻ വേണ്ടിയിട്ടേ. പച്ച ചുവ ഉണ്ടായാലും ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടാവില്ല. 2 പടല മതിട്ടാ. ബാക്കി വെക്കേ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. തട്ടിൽ വെള്ളം ഒഴിച്ചില്ലേ? തട്ടിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞെനിക്ക് തോന്നിയിരിക്കണ്. അപ്പം തട്ടിൽ വെള്ളമൊക്കെ ഒഴിച്ച് അമ്മു വീണ്ടും പഴം അടുക്കി പെറുക്കി വെക്കട്ടോ പുഴുങ്ങാൻ. അപ്പോൾ ദേ നമ്മുടെ അരി വറവായിട്ടുണ്ട്. വറവ് കുറച്ച് കൂടി പോയ പോലെ ഉണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാമേ. ഓ നമ്മുടെ പഴം നന്നായി വെന്തുണ്ട് കേട്ടോ. അരി പൊടിച്ചെടുക്കാം. അരി വറുത്തതൊന്ന് പൊടിച്ചെടുക്കാം. എൻ്റെ കൈ ഉള്ളിൽ കേട്ടോ, നല്ല ചൂടുണ്ടേ സംഭവം. അപ്പോൾ ഇതാ നമ്മളെ പഴം തൊലി ഉരിച്ചാക്കി നമുക്ക് അരിപ്പൊടി അരി വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇതേ ഇച്ചിരി ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ശർക്കര ഇടുന്നതല്ല, അപ്പം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇനി അതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിരണ്ടി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി കുഴച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പഴമൊക്കെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതേ ഈ കയ്യിലിട്ട് ഉടയ്ക്കുന്ന അത്ര സുഖമാവണില്ല. ഞാൻ കയ്യിട്ട് ഉടയ്ക്കട്ടെ. ഇച്ചിരി കൂടെ ശർക്കരപ്പാനിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. മതിയാവും. അയ്യോ കുറേ പോകും. ബോൾസ് ആക്കിയെടുക്കാം. തേങ്ങയിലൊന്ന് നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇത് വെറുതെ ചുമ്മാ ഒരു ഭംഗിക്കാണ് കേട്ടോ. ഇതില്ല വെച്ചിട്ട് ഇതിൻ്റെ രുചിക്ക് ഒരു കുറവുണ്ടാവില്ല. ലഡു ആണ് കേട്ടാ. എങ്ങനെയുണ്ട്?
ഏ ആമിയ സൂപ്പറാ ഇഷ്ടായാ